ഇലക്ഷൻ ഡേ ആണ്. അതേ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോവാനായിട്ട് റെഡി ആവുകയാണ്. അതേ അമ്മ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പൊ അയ്യോ പേന താഴെ പോയി, പേന എടുക്കട്ടെ. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇന്ന് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതുപോലൊരു മഹാമാരി വന്നതിന് ശേഷം വളരെ കെയർഫുൾ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഒരുപാട് പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് ഒത്തിരി സാധനങ്ങൾ കയ്യിലുണ്ട്, പതിവിലും കൂടുതൽ സാധനങ്ങളുണ്ട്. അമ്മ എന്തൊക്കെയാ എടുത്തിരിക്കുന്നേ? സാനിറ്റൈസർ, പേന, പിന്നെ സ്ലിപ്പ്, അത്രേ ഉള്ളൂ. നമ്മുടെ ഇലക്ട്രൽ കാർഡ്. അതെ, ഇവിടെ നോക്കിയെന്ന് ഹായ് പറഞ്ഞേ. ഇതെല്ലാം എടുക്കുക, പുറത്തേക്ക് ഇറങ്ങി വാതിൽ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. അതെ, അപ്പൊ വേഗം തന്നെ അമ്മ പുറത്തേക്ക് ഇറങ്ങും, എന്നിട്ട് കാണിക്കാട്ടോ. മാസ്ക് വെച്ചേക്കണ കാണില്ല. പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവാണ്. ഞാൻ ഫുൾ കവർ ചെയ്തായിരിക്കണേ കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഒന്നും തോന്നരുത്. ഇങ്ങനെ പോളിംഗ് ബൂത്തിലേക്കുള്ള സ്ലിപ്പ് കയ്യില്. അതെ, പിന്നെ പേനയുണ്ട് ഇതില്. ഈ ബാഗിനകത്ത് ഇലക്ട്രൽ കാർഡും സാനിറ്റൈസറും. അതെ, പിന്നെ ഇത്രയും സംഗതികളായിട്ടാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. അപ്പൊ ഇത്തവണ ആദ്യമായിട്ടാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ കോവിഡ് പോലുള്ള മഹാമാരി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പേനയൊക്കെ വെച്ചിട്ടാണ് ഇത്തവണ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഈ പേന വെച്ചിട്ട് ബാലറ്റിൽ കുത്തണം എന്നൊക്കെയാണ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അവിടെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മുടെ പേഴ്സണൽ സേഫ്റ്റി നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എല്ലാവരും വളരെ സേഫായിട്ട് എല്ലാം കരുതുക. അപ്പം ഞങ്ങൾ ഏതായാലും പോളിംഗ് സ്റ്റേഷനിലേക്ക് പോവാണ്. മാസ്ക് എടുത്തോളാം. അമ്മ എന്താ നോക്കുന്നേ? ഞാൻ പേനയൊക്കെ ഒന്നോട്ട് ചെക്ക് ചെയ്താ കയ്യിലില്ലേന്ന്. അതെ, അപ്പൊ ഞങ്ങള് പോവാ. സ്ലിപ്പൊക്കെ ഉണ്ട്, സാനിറ്റൈസർ ഉണ്ട് കേട്ടോ കയ്യില്. എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങള് പോയി വോട്ട് ചെയ്തിട്ട് വരാം. വോട്ടിന്റെ മാൻഡേറ്ററി പിക്ക. അപ്പൊ എല്ലാവരും കാണിക്കണ പോലെ അല്ലേ? അതെ, അപ്പൊ ഞങ്ങള് തിരിച്ചറിയൽ കാർഡ് പേനയെല്ലാം ഇനി വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാൻ പോവാ. യൂസ് ചെയ്യാൻ 3 പേരുടെ എല്ലാം സാനിറ്റൈസ് ചെയ്തു എങ്കിലും അല്ലേ? അതെ, അപ്പൊ ഞങ്ങള് ചായ കുടിക്കാൻ പോവാ. അമ്മ ഇത് ആർക്കും എടുത്തോണ്ടിരിക്കണേ? നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ. അപ്പൊ നിനക്കിപ്പോ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾ ഏതായാലും കഴിക്കാൻ പോവാണ്. നല്ല ചൂട് കപ്പയും അവോലിമീൻ വെച്ചതാണ്. അത് അടുക്കളയിലായിരിക്കുന്നത്. ഒഴിക്കുമ്പോ കാണിക്കാം. അതെ, അത് സ്ഥിരം കാഴ്ചയാണ് നമ്മുടെ അല്ലേ? എപ്പോഴും നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് കപ്പയും മീനും. അത് വീക്കെൻഡ് ആവുമ്പോ പ്രത്യേകിച്ച്. അതെ, എല്ലാവർക്കും കുറച്ച് മതി എന്ന് പറഞ്ഞു. ഇന്നിപ്പോ സമയം നേരത്തെ അല്ലേ കഴിക്കുന്നത്, അതായിരിക്കും. അതെ, ഒട്ടിങ് കഴിഞ്ഞ് വന്നുള്ള ഭക്ഷണമാണ്. ഇനി കറി ഒഴിച്ചുകൊണ്ട് വരാട്ടോ. എന്താ കിട്ടിയത്? ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ സ്ഥിരം കപ്പയും മീനും തന്നെ വ്ളോഗിൽ കാണിക്കുന്നതെന്ന്. പക്ഷേ വീക്കെൻഡ് ആയിക്കഴിഞ്ഞാൽ മിക്കവാറും തന്നെ ഞങ്ങൾക്ക് കപ്പയും മീനും ആയിരിക്കും ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ മിക്കവാറും വീക്കെൻഡിൽ സ്പെഷ്യൽ ഐറ്റം ഇതായിരിക്കും ഞങ്ങളുടെ 4 മണി പലഹാരം. അതുകൊണ്ടാണ് കേട്ടോ ഇതെപ്പോഴും കാണിക്കുന്നത്. കപ്പ എങ്ങനെയുണ്ട്? നല്ല കപ്പയാ. ഇങ്ങോട്ട് നോക്കിയേ. വെരി ടേസ്റ്റി. കപ്പയും മീനും അല്ലേ ബെസ്റ്റ് കോമ്പിനേഷനാ. അപ്പ എവിടെ ഇരുന്ന് എന്തൊക്കെയോ കണക്ക് കൂട്ടുക. കൊറേ നേരമായി കണക്ക് കൂട്ടു. ചായ കൊടുക്കും കേട്ടോ. ഞാൻ വലിയ കപ്പിലാ ഇരിക്കണത്. ഇത് കോഫി മങ്കില അപ്പയ്ക്ക. അപ്പയ്ക്ക് ചെറുതാണോ? ചെറുതാ. എനിക്കിതാ ഇതില കുടിച്ചോ? ഇതില് കുറച്ചേ ഉള്ളൂ. ഞാൻ ഈ കപ്പ് കാണിച്ചല്ലേ ചായ കൂട്ടണ കപ്പായത്. നല്ല ചൂടൊക്കെ ചെയ്ത് ക്ഷീണിച്ചല്ലേ? പുറത്തേക്ക് പോകാനിരിക്കും. അതാ വേറെ ചായ തകർത്തിയത്. ഇതെന്നെ പതിവില്ലാതെ ചായ ഉണ്ടാക്കിയ അല്ല, ഈ സമയത്ത് ചായ 6 മണിക്കാ കാപ്പി. ഇത് നീലഗിരി. നീലഗിരി അല്ലല്ലോ, റിപ്പിൾ അല്ലേ? റിപ്പിൾ ടീ ആണ്. നല്ല സ്ട്രോങ് ആണ് ഞങ്ങളുടെ ചായ.
ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്. ഓൾമോസ്റ്റ് കുറേ പേർക്കെങ്കിലും അറിയായിരിക്കും. ഇത് നമ്മുടെ എറണാകുളത്തുള്ള സെൻറ്റർ സ്ക്വയർ മോളിലാണ്. അപ്പോൾ ഞങ്ങൾ ഓട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം തന്നെ, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു, വേഗം തന്നെ ഇത് ഇങ്ങോട്ടാണ് വിട്ടത്. അപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു, വളരെ ചെറിയ ഷോപ്പിംഗ് ആണ്. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല രസമായിരിക്കും മോളിലൊക്കെ കാണാനെന്ന് തോന്നി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതേ ടെമ്പറേച്ചർ ചെക്കിങ്ങും സാനിറ്റൈസേഷനും പേരുവിവരങ്ങൾ രേഖപ്പെടുത്തലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം ഞങ്ങൾ അകത്ത് പ്രവേശിച്ച ഉടനെ ഇതേ ഹ്യൂജ് ആയിട്ടൊരു ക്രിസ്മസ് ട്രീ കണ്ടു. ആ ക്രിസ്മസ് ട്രീയുടെ ഉള്ളിൽ കണ്ടു ഒരു ഓപ്പണിങ്, നല്ല രസമുണ്ട് കേട്ടോ അത് കാണാനായിട്ട്. എന്ത് പാടുപെട്ട് കാണുമല്ലേ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഈ മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വലിയ ക്രിസ്മസ് ട്രീസ് കാണാം. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. ഇത് തന്നെ ഞാൻ കുറേ നേരം നോക്കിയിരുന്നു. ഞങ്ങൾ ഇന്ന് ചെറിയൊരു ഷോപ്പിങ്ങിലാണ് എറണാകുളത്ത് സെൻട്രൽ സ്ക്വയറിൽ വന്നേക്കാട്ടാ. ചെറിയ ഷോപ്പിംഗ് ഉള്ളൂ. കുറേ നാളായി ഇവിടെയൊക്കെ വന്നിട്ട്. എല്ലാം ഒന്ന് കണ്ടു പോവുക. അതെ, കാണാം. കടകളുടെ ഉള്ളിലൊന്നും ഞങ്ങളങ്ങനെ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. ജസ്റ്റ് ഇതൊക്കെ അതിൻ്റെ വാക്ക് വേസ് ആണ്. ചിലപ്പോൾ ഉള്ളിലൊക്കെ മേ ബി റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം, നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും ആ റിസ്ക് എടുത്തില്ല. അപ്പോൾ ദേ ഈ ഹാങ് ചെയ്തിരിക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെൻറ്റർ സ്ക്വയറിൽ ഇത്. ദേ മോളിൽ നിന്നുള്ള ക്രിസ്മസ് ട്രീയുടെ വ്യൂ ആണ്, നല്ല രസമുണ്ടായിരുന്നത് കാണാനായിട്ട്. അതുകൊണ്ട് ഞാനത് സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. നല്ല തിരക്കാണ്. അകലത്തിലൊക്കെ നടന്നു പോവുക ഞങ്ങൾ. അതെ, ഇപ്പോൾ ഞങ്ങൾ സെൻട്രൽ സ്ക്വയറിൽ നിന്ന് ഇറങ്ങി ഇപ്പം നടന്നുകൊണ്ടിരിക്കുക, ഫോർമോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അവിടെ ഒത്തിരി കോട്ടൺ തുണികളൊക്കെ കിട്ടാറുണ്ട്, അപ്പം അത് വാങ്ങാൻ പോയിക്കൊണ്ടിരിക്കുക. ഭയങ്കര എരമ്പ് വണ്ടിയിലല്ലേ, വാഹനങ്ങളുടെ ഭയങ്കര എരമ്പാണ്. അതെ, വൈകുന്നേര സമയത്ത് എറണാകുളത്ത് ഇങ്ങനെ ഫുട്പാത്തിലൂടെ നടക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഞാനും സ്ഥിരം വന്നുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. എന്നിട്ട് ഇങ്ങനെ വാക്ക് വേയിലൂടെ ഇങ്ങനെ കുറേ ദൂരം നടക്കും, നല്ല രസമാണ്. പ്രത്യേകിച്ച് വെയിലില്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു എൻജോയ്മെൻ്റ് ആണത്. അപ്പോൾ ദേ ഈ ഫോർമോസ്റ്റിലെത്തി നടന്ന് അപ്പോഴാണ് അറിഞ്ഞത് താഴത്തെ ഫ്ലോർ ഓൾറെഡി വേറൊരു ഷോപ്പ് ഒക്യുപ്പൈഡ് ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ മുകളിലത്തെ ഫ്ലോറിലാണ് ഫോർമോസ്റ്റ് ഉള്ളതെന്ന് മനസ്സിലായത്. ഈ വഴി കൂടെ പോകണമെന്ന് സെക്യൂരിറ്റി ചേട്ടനാ പറഞ്ഞത്. നമ്മൾ സെൻട്രൽ സ്ക്വയറിൽ നിന്ന് മേടിച്ച 2 ലെഗിങ്സ് ആണ് കേട്ടോ. ഒന്ന് ബ്ലാക്ക് ആൻഡ് പിങ്ക്, പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ. അതെ, മെറ്റീരിയൽ നോക്കട്ടെ. ബ്ലൂ ഷെയ്ഡ്. ഞങ്ങൾ വേറെ പലതും ഉദ്ദേശിച്ച് വന്നു, പക്ഷേ കിട്ടിയില്ല, ഒന്നും ഇല്ല, ഔട്ട് ഓഫ് സ്റ്റോക്ക് അല്ലേ. പിന്നെ നമുക്ക് നമുക്ക് മടങ്ങാം. അതെ, തിരിച്ചു പോവാം. ഈ സന്ധ്യയായി തുടങ്ങി, അപ്പയ്ക്കിപ്പോൾ ഭ്രാന്ത് പിടിച്ചു. എറണാകുളത്ത് വന്ന് വണ്ടിയിലിരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും അതെ വിഷയം പിടിച്ചല്ലേ. നല്ല രസമുള്ള ക്രിസ്മസ് ട്രീട്ടാ. അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ബൈ ബൈ. എറണാകുളത്ത് രാത്രി കാണാൻ നല്ല രസമാട്ടോ. ഇങ്ങനെ ഫുട്പാത്തിൽ ഇങ്ങനെ നടക്കാനൊക്കെ നല്ല രസമാണ്. സൂക്ഷിക്കണം. അതെ. അപ്പൊ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാം. ബൈ. അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന കാരണം ക്ഷീണമായത് കാരണം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ചെറിയൊരു സ്നാക്ക് കാണിക്കാമെന്ന് അമ്മ പറഞ്ഞു. കാരണം മറ്റത് ഹെവി ആയിട്ടൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ക്ഷീണിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു വട മിക്സ് ഇരിപ്പുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മൾ വട ഉണ്ടാക്കണേ. എന്നാൽ ഇത് പെട്ടെന്ന് കഴിയുമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ ഇതങ്ങ് എടുത്തു ഉണ്ടാക്കാനായിട്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഇത് ഉണ്ടാക്കാനായിട്ട്. വട മിക്സ് അതുകൊണ്ട് നമുക്ക് ആദ്യമായിട്ടാട്ടോ വട മിക്സ് കൊണ്ട് ട്രൈ ചെയ്ത് ഞങ്ങൾ നോക്കണതാണ്. അപ്പൊ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതെ അതെ. അപ്പൊ ഞാൻ എന്താ ഈ ഒരളവ് ഗ്ലാസ്, 1 ഗ്ലാസ് ഫസ്റ്റ് ഇതായതുകൊണ്ട് 1 ഗ്ലാസ് പൊടി എടുക്കാം കേട്ടോ. കാണിക്കാം. മിക്സ് ആണത്. മിക്സ് പറഞ്ഞിട്ടുണ്ട് വട മിക്സ്. കറക്റ്റ് 1 ഗ്ലാസ് എടുക്കും. 1 ഗ്ലാസ് ഒന്നായില്ല അല്ലേ. 1 ഗ്ലാസ് എടുക്കാം ഏതായാലും. 1 ഗ്ലാസ് 1 കപ്പോ ഒക്കെ പൊടിക്ക് 1:1 1 ഗ്ലാസ് വെള്ളം എന്നാണ് ഇതിൻ്റെ കണക്കിതിൽ എഴുതിയേക്കണം. അപ്പോൾ നമുക്ക് ഈ ബേസിനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടർ കേട്ടോ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് 1 ഗ്ലാസ് എന്ന് എഴുതിയേക്കണം. നമുക്കൊന്ന് ഒഴിച്ച് നോക്കാം. 3/4 ഗ്ലാസ് ഒഴിച്ച് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയാണ് കുഴച്ച് നോക്കാം. ഇച്ചിരി ഇതിൽ ബാക്കി വെച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം.
നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് മിക്സ് ചെയ്ത് വെക്കണം. വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മളിത് റെഡിയാക്കാൻ തുടങ്ങുന്നത്. വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട. ഈ വട മിക്സിൽ ഉപ്പുണ്ട്. ഇപ്പം ഇത് 10 മിനിറ്റ് ഇത് സെറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാനാണ് പറഞ്ഞേക്കണേ. 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്വല്പം ചുവന്നുള്ളി, ഇഞ്ചി, വേപ്പില, പച്ചമുളക് വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞ് അതിലേക്ക് ചേർത്തിട്ടാണ് വട ഉണ്ടാക്കണത്. അപ്പം നമുക്കിതൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഉള്ളിലേക്ക് അരിഞ്ഞ് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി, പച്ചമുളക്, ഇച്ചിരി വേപ്പില, അത് നമുക്കിതിലേക്ക് കൈ കൊണ്ടങ്ങ് മിക്സ് ചെയ്യാം. വെള്ളത്തിലൊന്ന് മുക്കണം. എന്നിട്ട് നമുക്ക് ഉരുട്ടി വെച്ച് വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം അല്ലേ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകണം കേട്ടോ. ചെറിയ ബോൾസ് ആക്കണം, ചെറിയ ഇതായിട്ട് എടുക്കാം. അപ്പം ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു ഇതിനകത്ത്. നടുക്കൊരു ഹോള് വെക്കണം. ഇത്രേ ഉള്ളൂ. ഇനി എണ്ണ ചൂടാക്കണം. ഗ്യാസ് ഓൺ ചെയ്തില്ല. ബാ ഇങ്ങോട്ട് പോകാം. ഓരോന്നോരോന്ന് എടുത്ത് ഇടാൻ പറ്റുള്ളൂ. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് എന്നിട്ട് അപ്പൊ ആദ്യം ചെയ്തപ്പോ ബാറ്ററിൽ ഇത്തിരി വെള്ളം കൂടിപ്പോയി. അത് കാരണം അത് കുഴച്ചപ്പോ അത്ര ശരിയായില്ലായിരുന്നു. ഇപ്പൊ കയ്യില് എണ്ണയൊക്കെ പുരട്ടിയിട്ട് കുറച്ചുകൂടി നമ്മൾ പൊടി ഇട്ടു. ബാറ്റർ ഒന്നുകൂടി ഒന്ന് മുറുക്കി, അല്ലെങ്കിൽ കയ്യിലിട്ട് അത് വിട്ടു പോരില്ലായിരുന്നു. ഒരെണ്ണം നേരത്തെ ഇട്ട് പതുക്കെ ഒരു വശം ഒന്ന് മറിച്ചിട്ടു. അടുത്തത് അത്ര ഷേപ്പൊന്നും ഞങ്ങളുടെ ആയിട്ടില്ല കേട്ടോ. ഞങ്ങള് വെളിച്ചെണ്ണയിലേക്ക് വെക്കുവാണ്. ശരിക്കും ഒരു 2-3 ഇതിലിടായിരുന്നു. പക്ഷെ ഞങ്ങളെയും മോൾഡ് ചെയ്ത് വരുമ്പോൾ അത്ര കറക്റ്റ് ആവാത്തതുകൊണ്ട് ഞങ്ങൾ 1-2 എണ്ണമൊക്കെ ആയിട്ടാണ് ഇട്ട് വറുത്ത് കോരണം കേട്ടോ. അപ്പം എണ്ണയിൽ കിടക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റ് ആണ്. വട മിക്സ് നല്ലതാ. കടിച്ചത് ഇരിപ്പുണ്ട് അപ്പുറത്ത്. മിക്സ് നല്ലതാ. നല്ല ടേസ്റ്റ് ആണ്. അതാ മിക്സിന്റെയാ. അതെ. ഉഴുന്ന് വട ഗെറ്റിംഗ് റെഡി. അപ്പൊ നമ്മൾ വീണ്ടും വട മെടയുകയാണ്. ഒരു ഹോളിടാം. ചുമ്മാ കൈ കൊണ്ടിട്ടാ മതി. ഹോളിട്ടാ മതി. നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് വെക്കാം. അതെ. അപ്പൊ കറക്റ്റ് ആയിട്ട് വന്നല്ലോ. നമ്മളത് അത്ര ശീലയില്ലല്ലോ നമുക്ക്. നമ്മൾ ആദ്യം ചെയ്തപ്പോ ബാറ്റർ കയ്യിൽ നിന്ന് വിട്ടു പോരില്ലായിരുന്നു. അപ്പൊ ഇച്ചിരി അതെ ആദ്യം അപ്പൊ ബാറ്റർ ഇത്തിരി ലൂസായി പോയായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ കയ്യിൽ നിന്ന് അത് വിട്ടു പോരാതിരുന്നത്. ഇപ്പൊ ബാറ്റർ നമ്മൾ ഇച്ചിരി കൂടി ഒന്ന് മുറുക്കി കണ്ടോ. അപ്പം എന്താ ചെയ്തതെന്ന് വെച്ചാൽ സ്വല്പം വെള്ളം കൂടിപ്പോയെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ട് ഞങ്ങൾ സ്വല്പം പൊടി കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വെള്ളം കറക്റ്റായിട്ട് വന്നു. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങളിതേ ഉണ്ട പോലെ ഞങ്ങൾ ആ ചട്ടകത്തിലൊക്കെ ഒന്ന് വെച്ച് നോക്കി. എന്നിട്ടൊക്കെ ഫെയിലിയർ ആയത്. അത് കഴിഞ്ഞ് മറിക്കവനെ കൈ കൊണ്ട് തന്നെ മെടഞ്ഞ് ഷേപ്പിലാക്കി എടുത്തതേ. വെള്ളം ഇപ്പൊ കറക്റ്റായി. വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് അത് വിട്ടുപോരില്ല. ഇത് ഇച്ചിരി ഒരു ക്രാഫ്റ്റ് വർക്ക് പോലെയാണ് ഇതിന്റെ. ഇത് വെളിച്ചെണ്ണയിലേക്ക് ഇതേ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വെച്ച് കൊടുക്കട്ടെ. ഹോളിത് മതിയില്ലോ. മതി. വേണമെങ്കിൽ ഒരെണ്ണം കൂടെ ഇടാം. വേണം? വേണ്ട. ഇനിയിപ്പോ 2 ഉള്ളൂ. അതിന്റെ ബാറ്റർ ഒന്ന് കാണിച്ചു കൊടുത്തേ. കാണിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം. ആദ്യം ശരിക്കും ലൂസായിരുന്നു. അതാ പറ്റിയത്. ഒരു ഉണ്ട പോലെ എടുക്കാൻ പാകത്തിനാക്കി എടുക്കണം. അതാണ് അതിന്റെ പാകം. പിന്നെ കയ്യിൽ വെള്ളമോ വെളിച്ചെണ്ണ ഏതെങ്കിലും മതി. ഫസ്റ്റ് ടൈം ഞാൻ വെള്ളത്തിൽ നനച്ചാ ചെയ്തത്. അപ്പം എനിക്ക് ബാറ്ററിലും വെള്ളം ഇച്ചിരി കൂടിപ്പോയി. കയ്യിലും കൂടെ നനവ് പോകുന്ന പാക പ്രശ്നമായി. അപ്പം ഞങ്ങൾ കുറച്ച് പൊടി കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കഴുകി തുടച്ചേച്ച് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അപ്പം പിന്നെ കറക്റ്റായി. ഇവളെന്നോട് മകള് പറഞ്ഞു വെളിച്ചെണ്ണ വെച്ചൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ വെളിച്ചെണ്ണ വെച്ച് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് അത് കിട്ടി. മറ്റേത് മറിച്ചിടാറായി. മറിച്ചിടാം. എന്നിട്ട് ഇവിടെ മെടയാം. മീഡിയം ഫ്ലെയിമിലാട്ടോ ഇടണതാ. ഇത് മറിക്കാറായിരുന്നു. ഒരു ഡൗട്ട് ആദ്യം ഇട്ടത്. ശരി. ഇതായില്ല. ഇതത് കഴിഞ്ഞിട്ട് ഇച്ചിരി നേരം കൂടെ വേണം. അപ്പം വേണമെങ്കിൽ ഇത് ഉരുട്ടി വെക്കണ്ട. ഉരുട്ടി വെച്ചാൽ പിന്നെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കണം. എനിക്കിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ചില സ്വഭാവമുണ്ട് എനിക്ക്. കറക്റ്റ് മെഷർമെൻ്റ് ആയില്ലേ.
നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. അതെ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അത് പറയാതിരിക്കാൻ വയ്യ. 2 എണ്ണത്തിനുള്ളൂ, 6 എണ്ണമുള്ളൂ, 7 എണ്ണം മൊത്തം ഉണ്ടാക്കിയത്. ഒരെണ്ണം മകള് വെളിച്ചെണ്ണയിലിട്ട് ഒരു കണക്കിന് അത് ഒന്ന് മൂത്ത് കിട്ടിയപ്പോഴേ അകത്താക്കി. വട അങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ. വട ഇടുവാണ്. ചുമ്മാ കൈകൊണ്ട് ഉരുട്ടുക. വെള്ളം കറക്റ്റ് ആയില്ലെങ്കിൽ ഇതൊന്നും നടക്കൂല, ഒട്ടും ശരിയാവൂല. ഞങ്ങൾ വിചാരിച്ച അങ്ങനെ തോറ്റ് പിന്മാറാൻ പറ്റൂല്ലോ. വെള്ളമാണ് ഇതിന്റെ പ്രധാന വില്ല. അത് കറക്റ്റ് ആയ ബാക്കി എല്ലാം ഒക്കും. പിന്നെ ഷേപ്പൊക്കെ കറക്റ്റ് ആക്കി ചിലർ ചെയ്യുന്ന ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ. ചിലർക്ക് നല്ല കറക്റ്റ് ഇതാ. ഞങ്ങളുടെ അത്ര ഷേപ്പൊന്നും അല്ല. ഇത് വെളിച്ചെണ്ണയിലേക്ക് വെക്കുവാണേ. ഒന്ന് അകത്ത് ആദ്യമായിട്ട് ഉണ്ടാക്കണല്ലേ. അതെ, അവിടെ അങ്ങനെ അധികം ട്രൈ ചെയ്തിട്ടില്ല ഞങ്ങൾ. ഉഴുന്നോടെ പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈമാണ് ഉഴുന്നോടെ ഉണ്ടാക്കണേ. ആഹാ, നമ്മുടെ അടിപൊളി ഉഴുന്നുവടയും നല്ല ചൂട് ചൂട് സാമ്പാറും ചൂട് ഉഴുന്നുവടയും റെഡിയായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടീ. നല്ല മുരുമുരാന്നിരിക്കുന്ന കണ്ട, നല്ല മുരുമുരാന്നിരിക്കുന്ന ഉഴുന്നുവടയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്നൊക്കെ ഒരു ഉഴുന്നുവട ഉണ്ടാക്കണം തോന്നുവാണെങ്കിൽ നമുക്ക് ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ. അധികം സമയമൊന്നും എടുക്കില്ല. ആ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. സൂപ്പറാണ്, നല്ല ടേസ്റ്റിയാണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി, കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും എൻജോയ്മെൻ്റ് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി കൂടുതൽ പുറത്ത് പോകുമ്പോൾ കൂടുതൽ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, സീ യു.